നല്ല പടം നല്ല രസമുണ്ട്. നല്ല പടം. നല്ലതായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടൻ അഭിനയിക്കുന്നത് കണ്ടായിരുന്നു. കുറേ ആയിട്ട് നമുക്ക് പഴയ പോലെ ലാലേട്ടനെ കാണാൻ പറ്റിയിരുന്നു. എനിക്ക് കാണാൻ പറ്റിയിരുന്നു. എല്ലാവർക്കും എങ്ങനെയാണ് എനിക്കറിയാം. എന്നെ വെറുത്താണ് ഞാൻ. ഇപ്പോൾ തിരിച്ച് മോഹൻലാലിനെ കിട്ടിയെന്ന് തോന്നി. സൂപ്പർ പടം. അടിപൊളി മൂവി കാണാം. നല്ല മൂവി. നല്ല ഫിലിമായിരുന്നു. കാരണം മലയാള പ്രേക്ഷകർ മൊത്തം കാണേണ്ട ഒരു പടമാണത്. കിട്ടില്ല മോഹൻലാലിൻ്റെ കംബാക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഫുള്ളൊരു പാക്കേജ്. തരുൺ മൂർത്തിയുടെ ഒരു അസാമാന്യ ഡയറക്ഷൻ, വൺ സ്ക്രിപ്റ്റ് കിട്ടില്ല, ഒന്നും പറയാല്ല. ശരി. എക്സലൻ്റ്. കണ്ട സിനിമയാണ് ഉഗ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മോഹൻലാലല്ലേ. കണ്ടിട്ട് മതിയായില്ല. ഇനി ഒരു 10 പ്രാവശ്യം കാണണമെന്നുണ്ട്. ഉഗ്രൻ സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ അങ്ങ് തൊഴുതു പോകും. അതുപോലത്തെ സിനിമ പേര് തന്നെ മറന്നുപോയി. ഇനി മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പേര് തന്നെ മറന്നുപോയി. ലാലേട്ടൊരു സിനിമ ഉണ്ടായിരുന്നു തൊട്ടടുത്ത പേര് തന്നെ. പഴയ അഭിനയമൊന്നല്ല, അതിനേക്കാളൊക്കെ ഓവർ ആൻഡ് ഓവർ. അയ്യോ എന്നാ പറയാനാ, ഇത്രയും ഉഗ്രനായിട്ടൊരാൾ മോഹൻലാലിനെ അങ്ങ് തൊഴുതു പോണ്. ഉഗ്രൻ അപ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ചെന്ന് 2 പ്രാവശ്യം കാണും. അമ്മ പോവാ നാളെ ഇത് കാണാൻ വേണ്ടി വന്നതാ. ശരി. ഇന്നലെ ഞാൻ കണ്ടു, ഇന്നലെ അമ്മയെ കൊണ്ടുവന്നു. ഇനി തിരുവല്ലയിൽ ചെന്ന് പിന്നെ മോഹൻലാലിൻ്റെ കടപ്പുറയുള്ള തിയേറ്ററില്ലേ, അവിടെ പോയി കാണും. സൂപ്പർ പടം. നല്ല പടമായിരുന്നു. താങ്ക് യു. വളരെ നല്ല പടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഓണസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നാളിന് ശേഷം ഭയങ്കര നല്ലൊരു മൂവിയാണ്. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് ടു വാച്ച് ഹിം ലൈക്ക് ദിസ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. മാസില്ല, മസാലയില്ല, സ്വാഗില്ല. ബട്ട് എവ്രിബഡി ആസ് എ വെരി ഹ്യൂമൻ ബീങ് ലാലേട്ടനെ ഇങ്ങനെ കാണാൻ ഒത്തിരി സന്തോഷമുണ്ട്. കുഴപ്പമില്ല. നല്ല സിനിമ. അടിപൊളിയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. ഹാപ്പിയാണ്. നല്ല രസം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സാറ്റിസ്ഫൈങ് ആണ്. ഒരുപാട് നാൾക്ക് ശേഷം കുടുംബമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. അതുപോലെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിച്ചത് മനസ്സിലാക്കേണ്ടതുമാണ്. പിന്നെ മോഹൻലാലിൻ്റെ പിന്നെ അറിഞ്ഞുകൂടാത്ത എന്താണ്. കൊള്ളാം. ഇനി തുടരും ഈ സിനിമ. ഇനി അടുത്ത ഘട്ടവും കൂടെ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള മോഹൻലാലാണ് മലയാളികൾക്ക് ഏറ്റവും വേണ്ടത്. കുട്ടികളും കുടുംബമായിട്ട് എല്ലാം കാണേണ്ട നല്ല സൂപ്പർ സിനിമയാണ്. നല്ല പടമാണ്. ലാലേട്ടൻ സൂപ്പർ. നന്നായിട്ടുണ്ട്. കൊള്ളായിരുന്നു. എല്ലാവർക്കും ഏജ് ലിമിറ്റോടെ എല്ലാവരും കാണാം. എല്ലാവരും കാണണം. കിടിലം. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെ. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടൊരു ഫാമിലി ഫിലിം. ഒന്നും പറയാനില്ല. ലാലേട്ടൻ ഒന്നും പറയാനില്ല. തുടരും. പുള്ളി തന്നെ തുടരണം. നല്ല മൂവി. കൊള്ളാത്രേ ഉള്ളൂ. മികച്ച രീതിയിലുള്ള ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും എല്ലാ തരത്തിലും മികച്ച ഒരു സിനിമയാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു ഫാമിലി മൂവി. അടിപൊളിയാണ്. ലാലേട്ടൻ നൈസാണ്. അടിപൊളി. സൂപ്പർ മൂവി. ലാലേട്ടൻ നല്ല നടിപ്പാണ്. പഴയ ലാലേട്ടനായി. സൂപ്പർ പടം. ഇനിയും ഉണ്ട് കാണാൻ. ഇനി കാണാൻ പറ്റും. മോഹൻലാൽ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പടമാണ്. ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോഴാണൊന്നും പഴയ മോഹൻലാലിനെ കാണാൻ കിട്ടിയത്. നല്ല പടമാണ്. മൊത്തത്തിൽ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പറയാം. അതെ, നല്ല സിനിമ. അതെ, കാത്തിരുന്ന മോഹൻലാലിനെ തിരിച്ചു കിട്ടി. അതെ അതെ, നല്ല മൂവിയാണ്. എല്ലാം അടിപൊളിയാണ്. നന്നായിട്ട് ചെയ്തു. എല്ലാവരും കണ്ടിരിക്കേണ്ട പടം. എന്താണോ ലാലേട്ടൻ നമ്മൾ വിചാരിച്ചേക്കാളും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ സിനിമ വന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ വേറെ ലെവലായിരുന്നു. നല്ല അഭിനയം. കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ കാണാം. കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും പഴയ മോഹൻലാൽ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ്. എല്ലാം കൊള്ളാം. പടം ബെറ്റർ പടമാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല. മോഹൻലാലിൻ്റെ അഭിനയം, ഫൈറ്റും എല്ലാം കേട്ടണം. മ്യൂസിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ അഭിനയം കണ്ട പിന്നെ നമ്മൾ അതിലോട്ടായി പോവല്ലോ. കരഞ്ഞിട്ടില്ല. പക്ഷെ കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ലാലേട്ടൻ ഇങ്ങനെ പവർ പാക്ഡ് ആയിട്ട് കാണാൻ വേണ്ടി. എല്ലാവരും കണ്ടിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര കിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വില്ലനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് 2 ഇടി കൊടുക്കാൻ തോന്നും. അമ്മാതിരി വില്ലൻ.
ആള് ഭയങ്കര കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യും. സൂപ്പർ. ഞാൻ പണ്ട് കണ്ട മോഹൻലാൽ ഇപ്പോൾ തിരിച്ചു വന്നു. മോഹൻലാലും ശോഭനയും. ഞാൻ മോഹൻലാൽ നല്ല സീനും ചെയ്യുമ്പോഴും കരയുന്നു, അഴുക്ക് സീൻ ചെയ്യുമ്പോഴും കരയുന്നു. എന്താണെന്ന് അറിയില്ല. സൂപ്പർ കണ്ടു. പണ്ട് കണ്ടത് ഇതിന് എത്രയോ പടങ്ങൾ കണ്ടു, ഒന്നുമില്ല. മോഹൻലാലിന് 5 മിനിറ്റ് അല്ല കൊടുക്കേണ്ടത്, ഇതുപോലെ കൊടുക്കണം. അയ്യോ ചേട്ടാ, അത് കൂടുതലൊന്നും പറയാനില്ല. ലൈക്ക് എല്ലാ വയസ്സും നമ്മൾ പറയില്ല, നമ്മൾ മനസ്സ് നിറഞ്ഞൊരു സദ്യ കഴിച്ചിറങ്ങില്ല. എല്ലാവർക്കും മറ്റേ രോമാഞ്ചം വന്ന സീനിൽ കൈയടിക്കുമായിരുന്നു. പക്ഷേ ഞാൻ കരയുമായിരുന്നു. അയ്യോ ഞാൻ എൻ്റെ ലാലേട്ടനെ പിന്നെ കണ്ടല്ലോ എന്നുള്ള രീതിക്ക് പറ്റുന്നില്ല. ഭയങ്കര സൂപ്പർ. താങ്ക് യു. പിന്നെ ഇതുപോലെ കാത്തിരിക്കുമല്ലോ, ഇങ്ങനെ ഒരാളുണ്ടെന്ന് നമുക്കറിയാം, കാണാൻ കൊതിച്ചിരുന്നതാണ്. ആൻഡ് വി ഗോട്ട് ദിസ്. കം ഓൺ.